മെയ് 7th ഞാൻ കാനഡയിൽ വന്നിട്ട് ഇന്നേക്ക് 2 വർഷം. ചേട്ടൻ്റെ കല്യാണം കൂടി ആ വകുപ്പിൽ ഒരു പ്ലേറ്റ് ബിരിയാണിയും തട്ടി നേരെ വണ്ടി കയറി എത്തിപ്പെട്ടതോ കാനഡയിൽ. വണ്ടിയല്ല, പ്ലെയിനാണ് കയറിയത്. അല്ല, വണ്ടിയിൽ പെടുവോ ഈ പ്ലെയിൻ? ആവോ. ഇവിടെ വന്നപ്പോഴോ ഒരു പുതിയ രാജ്യം, പുതിയ ആളുകൾ, പുതിയ കാറ്റ്, പുതിയ മണ്ണ്, അങ്ങനെ എല്ലാം പുതിയത്. ഉണ്ടായിരുന്ന ഒരു ജോലി കളഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യം ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നെങ്കിലും പിന്നെ പിന്നെ എടുത്ത തീരുമാനം ഒരു മണ്ടത്തരമായോ എന്ന പേടിയായിരുന്നു. പാപി ചെന്നടം പാതാളം എന്ന് പറയുന്ന പോലെ നല്ല ബെസ്റ്റ് ടൈമിലാണ് ഞാൻ വന്നേ. അതായത് ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള സമയം. അങ്ങനെ ഒരു 6-7 മാസം തെണ്ടി എനിക്കൊരു ജോലി കിട്ടി. വളരെ ഇൻഡിപെൻഡൻ്റായി ജോലി ചെയ്ത് സ്വന്തം ചെലവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരേലും ഉണ്ടോ? അല്ല, ആഗ്രഹിക്കുന്ന കൊണ്ട് തെറ്റില്ല. പക്ഷെ ബോണസായിട്ട് ചിലർക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടെ കിട്ടും. എനിക്ക് കിട്ടി ബോധിച്ചായിരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതും ബോൾഡായതും പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ കാര്യം നടന്നത്.